അപ്പം രാവിലെ തന്നെ എണീറ്റു കുറച്ച് നട്ട്സൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കാട്ടിലേക്ക് പോകാമെന്നൊരു തീരുമാനമുണ്ടായി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കാടുണ്ട് കേട്ടോ. അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അമ്മായിയുടെ കുട്ടിയാണ് ദർശമോള്. അപ്പോൾ അവൾ നടക്കണത് ഞാൻ ചെറുതായിട്ടൊന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു വീഡിയോ കാണാൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് കാട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഓണത്തിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിൽക്കുക കാരണം ഞങ്ങളങ്ങനെ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. ഇതാണ് കേട്ടോ നമ്മുടെ കാട്ടിലേക്കുള്ള വഴി. അതുവരെ നമ്മുടെ വീടുകളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് വീടുകളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചറപറാച്ചിട്ട് കാട്ടിലേക്കുള്ള ആകാംക്ഷയോട് കൂടി നടക്കുകയാണ്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ അതൊന്നും വക വയ്ക്കാണ്ട് തന്നെ കാട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഇങ്ങനെ ചെറിയ ഇടവഴികളിലൂടെയാണ് കാട്ടിലേക്ക് നമ്മൾ കയറണത്. അങ്ങനെ ദാ പാറപ്പുറത്ത് കൂടെ കാട്ടിലേക്ക് കയറുകയാണ്. ചേച്ചിയുടെ കുട്ടിക്ക് കാട്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അവന്. നിറയെ പൊന്ത കെട്ടി കിടക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ. അപ്പം എന്നാലും അവനതൊന്നും വക വയ്ക്കാണ്ട് തന്നെ കാട്ടിലേക്ക് വഴിയൊക്കെ അറിയണ പോലെ കയറി പോകുന്നുണ്ട്. അവൾ ക്ഷീണിച്ച് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടുവാണെങ്കിൽ കാട് കണ്ടപ്പോൾ തുടങ്ങിയതാണ് ഓടി പരക്കം പായുകയാണ് കേട്ടോ. എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് തോന്നുന്നുണ്ട്. ഉള്ള വഴി കൂടെ അവൻ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിറയെ കുരങ്ങന്മാരായിരുന്നു. കണ്ടില്ലേ, ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു കുരങ്ങന്മാരുടെ. അപ്പം ഞങ്ങൾക്കൊന്ന് പേടിയായിട്ടോ. അപ്പം ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോവാണ്ട് ഒരു ചെറിയ ഭാഗത്ത് ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിട്ടോ. അധികം ഒന്നും ഉള്ളിലേക്ക് പോയില്ല, കാരണം നിറയെ കുരങ്ങന്മാരായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോണ്ട് ഈ ഭാഗത്തൊക്കെ നിറയെ കുരങ്ങന്മാർ കണ്ടില്ലേ, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയായിരുന്നു. അപ്പം നമുക്ക് പേടിയായി. നമ്മളവരുടെ എത്ര അടുത്ത് പോയിട്ടും അവർക്ക് ഒരു പേടിയില്ല കേട്ടോ. ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോഴും അവർ പേടിയില്ലാണ്ട് തന്നെ നമ്മളെയൊക്കെ കണ്ട പരിചയം പോലെ തന്നെയാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അവർ ആ വീടുകളൊക്കെ അടുത്തുള്ള കാരണം അങ്ങനെ വന്ന് വന്ന് ശീലമായിട്ടാണ് തോന്നുന്നുണ്ട് കണ്ടിലിരിക്കണത്. നമുക്ക് ഞാനൊന്ന് പേടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത 2 ഫോട്ടോസാണ് കേട്ടോ ഇത്. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്കൂടെ റോട്ടിൽ കൂടെ വരുമായിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് നല്ല മീനുകളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് ചൂണ്ടലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ബാക്കിയുള്ള കറികളൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. പപ്പടത്തിൽ എള്ള് പപ്പടമായിരുന്നു, അതാണ് അങ്ങനത്തെ കളറ്. പിന്നെ അടമാങ്ങ ഉണ്ടായിരുന്നു, അതും തൈരും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. പിന്നെ ശേഷം ചായ കുടിച്ചു. ചായയുടെ പാപ്പകൾ ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വെള്ളിയാങ്കല്ല് വരെ ഒന്ന് പോവാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളൊന്ന് വെള്ളിയാങ്കല്ല് പോയി. 7:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായി. നമുക്ക് അവിടെ ഒന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വെറുതെ ഒന്ന് പോവാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. തിരക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് പോണ സമയമായിരുന്നു, ചിലർ വരണ സമയമായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം നടന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് പോയി. അപ്പോഴും ഇരുട്ടൊക്കെ തന്നെ, പക്ഷേ കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ ചിത്രം വരച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഈ ഭാഗത്ത്, അങ്ങനെ ആൾ കൂടിയിട്ടുണ്ടായിരുന്നിടത്ത്. പിന്നെ ഞങ്ങൾ കുറേ നടന്നു. അപ്പത്തേനും അവൻ ചേച്ചിയുടെ കുട്ടി ഓരോ ഭാഗത്ത് പോയിട്ടും ഊഞ്ഞാലാട്ടവും കുരിശി പാർക്കും അങ്ങനെ ആയിട്ട് അവനെ ഓടി കളിക്കുക തന്നെയായിരുന്നു. അത് കൂടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ ഫോട്ടോസ് എടുക്കുക കേട്ടോ അതൊക്കെ. അവനെ ഒരു ഭാഗത്ത് നിൽക്കൊന്നുമില്ല. പിന്നെ വെള്ളിയാങ്കല്ല് ഫുഡ് കോർട്ട്, അവിടേക്ക് വേഗം ചാടി ഓടി കയറിയിരുന്നു കേട്ടോ. അവിടുത്തെ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അവൻ പോപ്കോൺ എവിടെ കണ്ടാലും അത് വാങ്ങി നല്ല കഴിക്കും, വേറൊന്നും അവന് ആവശ്യമില്ല. അപ്പോൾ അവൻ കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നടക്കുകയാണ്. അത് കുറച്ച് നടക്കാനുള്ള സമയമൊന്നും അവനില്ല. ഓരോന്നും കാണുമ്പോൾ അതിൽ ചാടി കയറുക, ഓടുക, അങ്ങനെയായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. കുറച്ച് കഴിച്ചിട്ട് പിന്നെ ഓട്ടം തുടങ്ങി, വീണ്ടും ഓട്ടം തുടങ്ങി കേട്ടോ. അങ്ങനെ അവന് കണ്ട ഒരു കൗതുകം, ഉറക്കം തന്നെ ആയിരുന്നു അവൻ വണ്ടിയിലിരുന്നിട്ട്. പിന്നെ അവിടെ എത്തിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഇരുട്ടായത് കൊണ്ട് തന്നെ നമുക്കൊരു അധിക നേരമൊന്നും ഞങ്ങൾ അവിടെ നിന്നില്ല. കുറച്ച് നേരമൊക്കെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരാനാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ വഴിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ചൂരമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാഴയിലയിൽ പൊള്ളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവർ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.